നമസ്കാരം. പ്രധാന വാർത്തകൾ. കർഷക സമരത്തെ നേരിടാൻ ദില്ലി അതിർത്തികളിലും ഹരിയാനയിലും യുദ്ധസമാനമായ ഒരുക്കങ്ങൾ ഏർപ്പെടുത്തി കേന്ദ്രം. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ ബിജെപിയിലേക്ക്, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം രാജിവെച്ചു. ബ്രസീൽ ആരാധകർക്ക് ഇത് ദുഃഖത്തിങ്കൾ. 20 വർഷങ്ങൾക്ക് ശേഷം അർജന്റീനയോട് തോറ്റ് പുറത്തേക്ക്. വാർത്തകൾ വിശദമായി. കർഷക സമരത്തെ നേരിടാൻ ദില്ലി അതിർത്തികളിലും ഹരിയാനയിലും യുദ്ധസമാനമായ ഒരുക്കങ്ങൾ ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ദില്ലി അതിർത്തികളിൽ ആഗമനം 1 മാസത്തേക്ക് നിരോധാജ്ഞ. ദേശീയപാതകളിൽ സിമന്റ് ബാരിക്കേഡുകളും ഇരുമ്പാണികളും നിരത്തിയാണ് പ്രതിരോധം. അതേസമയം വിളകൾക്ക് മിനിമം താങ്ങുവില ഉൾപ്പെടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ദില്ലി ചലോ മാർച്ചിൽ 200-ലധികം കർഷക സംഘടനകൾ പങ്കെടുക്കുമെന്ന് സംയുക്ത കിസാൻ മോർച്ച അറിയിച്ചു. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ കോൺഗ്രസ് MLA സ്ഥാനം രാജിവെച്ചു. രാജിവെക്കുമെന്ന് BJPയിലേക്ക് പോകുമെന്നുമുള്ള അഭ്യൂഹങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് അശോക് ചവാന്റെ രാജി. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അശോക് ചവാൻ രാജിവെച്ചത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായി. മുൻ കോൺഗ്രസ് നേതാവ് പാർട്ടിയിൽ അതൃപ്തനാണെന്നാണ് റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ട് മുംബൈയിൽ മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കർ രാഹുൽ നർവേക്കറുമായി ചവാൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇനി കായിക വാർത്ത. പാരീസ് ഒളിമ്പിക്സിൽ യോഗ്യത നേടാനാവാതെ ബ്രസീൽ പുറത്തേക്ക്. ചിരവൈരികളായ അർജന്റീനയോട് എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെട്ടതാണ് ബ്രസീലിന്റെ മടക്കം. 2004 ശേഷം ഇതാദ്യമായാണ് ബ്രസീൽ ഒളിമ്പിക്സിന് യോഗ്യത നേടാതെ പോകുന്നത്. കഴിഞ്ഞ 4 ഒളിമ്പിക്സിലും ഗോൾഡൻ മെഡൽ സ്വന്തമാക്കാൻ ബ്രസീലിന് സാധിച്ചിരുന്നു. ഈ മടക്കം വലിയ നിരാശയാണ് ആരാധകരിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെടുക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.